പൊളിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയാറില്ല. റഹ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പാട്ട് കേട്ട് ശീലിക്കും, നമ്മൾ കേട്ടോണ്ട് നമ്മൾ ഇത് നോക്കുമ്പോൾ അതിൽ ഒരു ഇതുമില്ല. പിന്നെ ആലോചിച്ച് നോക്കണം, എനിക്കിഷ്ടപ്പെട്ടില്ല. കണ്ട പടം, ആ പടം കണ്ട അപ്പോൾ എനിക്ക് ഈ സംഗീതത്തിൽ വേറൊരു കാര്യം നമ്മൾ പറയണമെന്ന് അറിയാം, ഇപ്പോഴത്തെ പുതിയ പയ്യന്മാരാണ് പറ്റിയത്. അല്ലാതെ ഈ പഴയ ഇപ്പം തന്നെ ഇരിക്കണം. നമ്മളിപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല. മോഹൻലാലിനൊക്കെ നമ്മൾ ഒരു സമയത്ത് അമ്പിയോട്ടൻ്റെ മറ്റേ ബീബിൻ്റെ നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് കൊട്ടിക്കൊഴിച്ചാണ് മോഹൻലാൽ. ഇപ്പോൾ മോഹൻലാലിൻ്റെ പരാജയം എന്തിനാണ്? എല്ലാം പഴയ കളന്മാർ, സംവിധായകന്മാർ അവരെ കൂടെയാണ്. ഈ നമ്മൾ പറയില്ല പയ്യന്മാർ വരില്ലേ, അത് പുതിയ സെറ്റാണ്, പറഞ്ഞൊരു കാര്യമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിത് വീഴിക്കുമ്പോൾ നമ്മൾ ആ ലയിച്ചു പോകും. കാര്യം എന്നറിയാം, ആ ശരീരം കണ്ടപ്പോൾ തന്നെ നമ്മളെ ശരീരമില്ല, ഇത് സ്റ്റോറി നമ്മൾ അത് വായിച്ചിട്ടുണ്ടെങ്കിലും പിടിയിട്ടുള്ളൂ. മറ്റേ അങ്ങനെ കഥ നമ്മൾ പറയുമ്പോൾ പാമ്പുണ്ടല്ലോ, ഈ ആ പാമ്പിനെ കാണിക്കില്ലേ, ആ പാമ്പ് കടിച്ച് ആ നിമിഷം മരിക്കുകയാണ്. ഇത് കുത്താണ്, കടിയല്ല, ഒറ്റ കുത്താണ്. ഇത് മറ്റേ മോട്ടിച്ചോലൊക്കെ തോന്നുന്നു നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പടത്തിൽ നമ്മൾ തമിഴ് പടത്തിൻ്റെ ഏതൊരു പടം കേട്ടോലെ തോന്നി. അതിൽ എനിക്ക് എന്തോ വേറെ ഒന്നും നല്ല നല്ല പയ്യന്മാരാക്കിയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി സൂപ്പറായിരുന്നു. റഹ്മാൻ്റെ അയ്യേ അതോ കോടികൾ ആലോചിച്ച് നോക്കണേ, ഒരു ശാപം പോലും പോലെ ആയിപ്പോൾ കേട്ടാ. ബാക്കിയെല്ലാം കലയ്ക്ക് കേട്ടാ. പൃഥ്വിരാജിന് ഇതൊക്കെ ദേശീയ അവാർഡ് കിട്ടിയില്ലെങ്കിൽ അതിലും പടം വലിയാണ്, പറയാൻ മനസ്സിലായില്ലേ. പടം കൊള്ളാം, പടമുള്ള സൂപ്പർ പടം. ഇപ്പം അത് മറ്റേ ശരീരം കാണുമ്പോഴേ ഇതെന്തൊരു പറഞ്ഞാലും ഉണക്കി എല്ലും അത്രയല്ലേ ഉള്ളൂ. അത് കാണാൻ വലിയൊരു പ്രയാസം തന്നെ നമുക്ക് ആർക്കായിരുന്നാലും. സമ്മതിക്കണം. ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ എന്തിനു പറയണത്, പൃഥ്വിരാജിനെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ എന്തിനു പറഞ്ഞാൽ. അത് മാത്രമല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോണ കേസല്ലേ. ആലോചിച്ച് നോക്കണം, നമ്മൾ ശരീരമൊക്കെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും. എല്ലും തോലറ്റല്ലേ ഇരിക്കണത്. ഇല്ല, ഒരിക്കലും ഇല്ലപ്പോൾ. നമ്മളിപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ മോഹൻലാലിനെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ വലിയൊരു നടനാണ്, നമ്മളല്ലെന്ന് പറയില്ല മമ്മൂട്ടി മോഹൻലാലൊന്നും, അതൊന്നും നടക്കില്ല. പിന്നെ സംവിധായകൻ്റെ കഴിവും കൂടെയാണ്, നമ്മൾ അതും കൂടെ പറയണം. എന്തിനു പറഞ്ഞാൽ പറഞ്ഞപ്പോഴല്ലേ അറിയണത് 16 വർഷമൊന്നുമല്ലേ. കൊറോണ കാലത്താണ് നമ്മളിത് അറിയണത്. അങ്ങനെയല്ലേ, മറ്റേ ഈ കോമഡി കാണാനുള്ളവർക്കൊന്നും ഇത് പിടിക്കില്ല. അത് വേറെ ഒന്നുമില്ല. ഇത് യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ നടന്ന സംഭവമാണ്. ഞാൻ ദുബൈയിലിരുന്നാണ് ഇപ്പോൾ 23 വർഷം, മനസ്സിലായി. നമ്മളവിടെ ഇരിക്കുമ്പോഴാണ് അത് മനസ്സിലാവണത്, അല്ലാതെ ഇത് കണ്ടല്ലോ. പിന്നെ സൂപ്പർ പടം, എനിക്കത്രേ പറയാനുള്ളൂ. കാര്യം പടം സൂപ്പർ.